മാനസികപരമായോ വൈകാരികപരമായോ ശാരീരികപരമായോ ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന നിരാശ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഭാവി കാലത്ത് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് മാറാറുണ്ട്. ഇങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവുന്ന ആളുകൾ അഡൾട്ട് ആയാലും അവരുടെ വ്യക്തി വികാസത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന അസുഖകരമായ സംഭവങ്ങൾ, നമുക്ക് വേദനിപ്പിക്കുന്ന ഭയങ്കരമായ ആഘാതം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ട് വരുന്നത്. ഈ ലൈംഗികമായ ചൂഷണങ്ങള്, ശാരീരികമായിട്ട് വേദനിപ്പിക്കുക, മാതാപിതാക്കൾ അടിക്കുക, മാനസികമായി അവരെ മനസ്സിലാക്കാതിരിക്കുക, അവഗണിക്കുക, നിരാശ ഉണ്ടാക്കുക. ചെറുപ്പകാലത്ത് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന വളരെ മോശമായിട്ടുള്ള പല അനുഭവങ്ങളുമാണ് പിന്നീടുള്ള കോൺഫിഡൻസ് കുറവ്, സ്വന്തം വ്യക്തിത്വത്തെ സംശയിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വ വൈകല്യത്തിന് വരെ കാരണമാവുന്ന രൂപത്തിലോട്ട് ചൈൽഡ്ഹുഡ് ട്രോമ മാറാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഒരിക്കലും ആ വ്യക്തിയുടെ കുറ്റമല്ല. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മളുടെ കൺട്രോളിലല്ലാത്തൊരു സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ ഭാവി ജീവിതത്തിലും അനുഭവിക്കേണ്ടി വരുന്ന വേദനിപ്പിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. ഈ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന ചൈൽഡ്ഹുഡ് ട്രോമ കാരണം ഈ മുതിർന്ന വ്യക്തിയാവുമ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് കല്യാണ ജീവിതം, പ്രണയ ജീവിതം, അങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായി കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത, അതുപോലെ അഡിക്ഷൻ, മയക്കുമരുന്ന്, ഇതുപോലുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഇവൻ എന്ത് പറയുന്നു, നമ്മളുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഭാവി കാര്യങ്ങൾ പോലും പ്ലാൻ ചെയ്യാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായി കണ്ടിട്ടുണ്ട്. 2015 അമേരിക്കൻ ജേണൽ ഓഫ് പ്രിവെന്റീവ് മെഡിസിൻ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ച കുട്ടികൾക്ക് ആസ്മ പോലെയുള്ള, ക്യാൻസർ പോലെയുള്ള, വിഷാദ രോഗം മുതൽ സ്ട്രോക്ക് വരാൻ പോലും സാധ്യതയുള്ള തരത്തിലുള്ള വലിയ അസുഖങ്ങൾക്ക് വരെ ഇങ്ങനെയുള്ള വലിയ ട്രോമകൾ കാരണമാവുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു വ്യക്തിയെ തകർക്കാവുന്ന തരത്തിലുള്ള അത്രയും വലിയ ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആജീവനാന്തം ബാധിക്കുന്ന ഒരു കാര്യമാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. വിദഗ്ധമായ ഒരു സഹായം തേടുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നല്ലൊരു കൗൺസിലിങ്ങിലൂടെ പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഭാവിയിൽ തടയാൻ സാധിക്കും.